കേരളത്തിൽ ബി.ജെ.പി. ആദ്യമായി അധികാരം പിടിച്ച കോർപ്പറേഷനാണ് തിരുവനന്തപുരം. കോർപ്പറേഷനിലെ വിജയത്തെ കേരളം പിടിക്കാനുള്ള തുടക്കമായാണ് ബി.ജെ.പി. ദേശീയ നേതൃത്വം പോലും വിലയിരുത്തിയത്. എന്നാൽ കാത്തിരുന്ന് കിട്ടിയ ഭരണം ബി.ജെ.പിക്ക് ഇപ്പോൾ തലവേദനയായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. 101 അംഗങ്ങളുള്ള കോർപ്പറേഷനിൽ 52 കേവല ഭൂരിപക്ഷം. 49 അംഗങ്ങളുള്ള ബി.ജെ.പി. 2 സ്വതന്ത്രരുടെ പിന്തുണയോടെ കഷ്ടിച്ചാണ് ഭരണം നടത്തുന്നത്. അടുത്തിടെ ബി.ജെ.പി. കൗൺസിലർ സുഗതനെ കാപ്പ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത് ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടിയായി. പിന്നാലെ 2 ദിവസം മുൻപാണ് 20 ബി.ജെ.പി. കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി റദ്ദാക്കിയത്. ദേവി ദേവന്മാരുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തതിനെ തുടർന്നായിരുന്നു നടപടി. ഇതിൽ 19 അംഗങ്ങളും അന്ന് തന്നെ സത്യപ്രതിജ്ഞ ചെയ്തു. പക്ഷേ ജയിലിലായതിനാൽ സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനിടയിൽ കോർപ്പറേഷൻ ഭരണം കാര്യക്ഷമമായി കൊണ്ടുപോകാൻ ബി.ജെ.പിക്ക് കഴിയുന്നില്ലെന്ന വിമർശനം ശക്തമാണ്. മഴക്കാലമായിട്ടും മാലിന്യ നീക്കം കൃത്യമായി നടത്താൻ കഴിഞ്ഞിട്ടില്ല. നഗരത്തിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണാൻ സാധിച്ചില്ല. അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുമ്പോഴാണ് ഭരണ പ്രതിസന്ധിയും ഉടലെടുക്കുന്നത്. ഇതിനിടയിലാണ് കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് അവിശ്വാസ പ്രമേയ നീക്കം നടത്തുന്നത്. കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവ് ശബരിനാഥനാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. കോൺഗ്രസിന്റെ ഈ നീക്കം ബി.ജെ.പിയെ മാത്രമല്ല CPM-നെയും ഒരേ സമയം പ്രതിസന്ധിയിലാക്കുകയാണ്. കോൺഗ്രസിന് 20ഉം LDF-ന് 29 അംഗങ്ങളാണ് കോർപ്പറേഷനിലുള്ളത്. അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ 3 അംഗങ്ങളുടെ, അതായത് 34 പേരുടെ പിന്തുണ വേണം. അതിനാൽ CPM-ന്റെ നിലപാട് നിർണായകമാണ്. CPM നേതാവ് തോമസ് ഐസക് പറഞ്ഞിരിക്കുന്നത് UDF-മായി ചേർന്നുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തിനും ഇല്ല എന്നാണ്. അത്തരമൊരു നിലപാട് സ്വീകരിച്ചാൽ അത് കോൺഗ്രസിന് ആയുധമാകും. ബി.ജെ.പിയെ CPM രക്ഷിച്ചു എന്ന വാദമാകും കോൺഗ്രസ് പിന്നീട് ഉയർത്തുക. എന്തായാലും ബി.ജെ.പിക്കെതിരെ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ്. ഇക്കാര്യം ശബരിനാഥ് വ്യക്തമാക്കുന്നുമുണ്ട്. നാളെ നഗരസഭാ മാർച്ച് സംഘടിപ്പിക്കും. അവിശ്വാസത്തിനുള്ള നീക്കത്തിന് കോൺഗ്രസ് മുൻകൈയെടുക്കും. കോർപ്പറേഷനിലെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുകയാണ് ലക്ഷ്യം. കോർപ്പറേഷനിലെ മാലിന്യ കുമ്പാരത്തിൽ നടപടി സ്വീകരിക്കുന്നില്ല. ബി.ജെ.പിക്ക് വ്യക്തമായ കാഴ്ചപ്പാടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് വാഗ്ദാനം ചെയ്തിട്ടും 10 പൈസയുടെ പ്രോജക്റ്റുകൾ വന്നിട്ടില്ല. കുടിവെള്ള പ്രശ്നം രൂക്ഷമാണ്. മരാമത്ത് പണികൾ നടക്കുന്നില്ല. ദൈനംദിന കാര്യങ്ങൾ താറുമാറായിരിക്കുന്നു. ഇക്കാര്യങ്ങളെല്ലാം പൊതുജനം അറിയണം. തെറ്റിദ്ധരുത്താനുള്ള ഒരു പ്രക്രിയയാണ്. അതാണ് തങ്ങൾ അവിശ്വാസ പ്രമേയത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് ശബരിനാഥ് പറയുന്നത്. ശബരിനാഥിന്റെ ആ വാക്കുകൾ കേൾക്കാം. 6 മാസം കഴിയുമ്പോൾ ഒരു കോർപ്പറേഷൻ ഭരണസമിതിയിൽ പ്രതിപക്ഷത്തിന് അവിശ്വാസമുണ്ടെങ്കിൽ, അതിൻ്റെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തിയില്ലെങ്കിൽ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി അവിശ്വാസ പ്രമേയം കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ ഉള്ളത്. അതിൽ 3 അംഗങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. 34 അംഗങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. ഇവിടെ UDF-നുള്ളത് നമുക്ക് 20 അംഗങ്ങളാണ്, സ്വതന്ത്രനായ ഒരാളാണ് ഉള്ളത്. അപ്പോൾ UDF മാത്രം വിചാരിച്ചാൽ അവിശ്വാസം കൊണ്ടുവരാൻ കഴിയുകയില്ല. ഈ അവിശ്വാസം എന്ന് പറയുമ്പോൾ അതിനെ 3 ഘട്ടമായിട്ടാണ് നിങ്ങൾ കാണേണ്ടത്. ആദ്യം ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് ഈ കോർപ്പറേഷനിലെ തെറ്റുകൾ, നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഇവിടെ മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുകയാണ്. ഒരു കാഴ്ചപ്പാട് ഈ കോർപ്പറേഷനില്ല. പ്രധാനമന്ത്രി വന്ന് വലിയ പ്രോജക്റ്റുകൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടും 6 മാസമായിട്ടും 10 പൈസയുടെ പ്രോജക്റ്റ് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഉള്ള പ്രവർത്തനങ്ങൾ പോലും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്നില്ല. കുടിവെള്ളമടക്കം മരാമത്ത് പണികളടക്കം നടക്കാതിരിക്കുകയാണ്. കോൺട്രാക്ടർമാർക്ക് ബില്ല് മാറാത്തത് കൊണ്ട് ഒരൊറ്റ മരാമത്ത് വർക്ക് നടക്കാത്ത അവസ്ഥയിരിക്കുകയാണ്. അതോടൊപ്പം ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളുടെ പ്രശ്നമുണ്ട്. ഇവിടെ കോർപ്പറേഷൻ ചെയ്യേണ്ട ദൈനംദിന കാര്യങ്ങൾ ഉദ്യോഗസ്ഥരും ഈ കോർപ്പറേഷൻ തമ്മിൽ ബന്ധമില്ലാത്തത് കൊണ്ട് താറുമാറായിരിക്കുകയാണ്. കോർപ്പറേഷനിലൊരു ആവശ്യം കൊണ്ട് ഒരാൾ പോയാൽ ആ പേപ്പർ ആളുകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കേസ് താൽക്കാലിക ജീവനക്കാർ, ഏറ്റവും കൂടുതൽ താൽക്കാലിക ജീവനക്കാരുള്ള ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. ആ താൽക്കാലിക ജീവനക്കാരുടെ രാഷ്ട്രീയമൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അവരെ പോലും മാറ്റി അവിടെ പുതിയ ആളുകളെ നിയമപരമായി നിയമിക്കാനുള്ള നടപടികൾ പോലും ഈ കോർപ്പറേഷൻ 6 മാസമായി എടുത്തിട്ടില്ല. അപ്പോൾ 6 മാസം കൊണ്ടൊരു കാഴ്ചപ്പാട് പോലും പറയാൻ കഴിയാതെ, നമ്മളൊന്നും രാഷ്ട്രീയം നോക്കാതെ ഈ തെരുവ് നായ ശല്യത്തിനും ഈ പറഞ്ഞ കുടിവെള്ള വിഷയത്തിനും ഈ പറഞ്ഞ മാലിന്യ മുക്തമാക്കാനുള്ള തീരുമാനങ്ങൾക്കൊക്കെ നമ്മൾ റെഡിയാണ് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ. പക്ഷേ എന്താണ് നിങ്ങളുടെ പ്ലാൻ? വാട്ട് ഇസ് യുവർ പ്ലാൻ? വാട്ട് ഇസ് യുവർ പ്രോജക്റ്റ്? നിങ്ങൾ വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണം എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതുപോലും പറയാൻ കഴിയുന്നില്ല. ആകെ കഴിഞ്ഞ 2 മാസമായിട്ട് ഇവരുടെ ഓട്ടം സുഗതനെ രക്ഷിക്കാനാണ്. അപ്പം അതുകൊണ്ട് ഈ കാര്യങ്ങൾ പൊതുജനം അറിയേണ്ട ഒരു ആവശ്യമുണ്ട്. അതിന് ഭരണഘടനാ പ്രകാരം, കേരള മുനിസിപ്പൽ ചട്ടം പ്രകാരം പ്രതിപക്ഷത്തിനുള്ള ഒരായുധമാണ് ഈ പറഞ്ഞ അവിശ്വാസ പ്രമേയം. ആ ആയുധം ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം കോർപ്പറേഷന് തെറ്റുകൾ പറഞ്ഞ് അവർ ഇനി ഭരിക്കുക തുടരുകയാണെങ്കിൽ തെറ്റ് തിരുത്താനുള്ള പ്രക്രിയ കൂടിയാണ്. അപ്പം അതിനുള്ള ഒരു മുൻകൈയാണ് നമ്മൾ എടുക്കുന്നത്. അതിനുശേഷം അവിശ്വാസം വരുമ്പോൾ അതിൽ വോട്ടെടുപ്പ് വരും. ആ വോട്ടെടുപ്പ് വരുമ്പോൾ ഭരണത്തിൽ നിൽക്കുക എന്നുള്ളത് ഭരണപക്ഷത്തിൻ്റെ ആവശ്യമാണ്. അവരിപ്പോൾ ഭരിക്കുകയാണല്ലോ. പ്രശ്നമുള്ളത് ഇപ്പോൾ ശബരി ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഒറ്റയ്ക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം 1 അംഗങ്ങളുടെ ഒപ്പടക്കം അതിനകത്ത് വേണം. അപ്പോൾ സ്വാഭാവികമായിട്ട് LDF-മായി ഈ കാര്യങ്ങൾ സംസാരിക്കുമോ, അങ്ങനെ എന്തെങ്കിലും? ഞാൻ പറയുന്നത് ഈ കോർപ്പറേഷൻ്റെ തെറ്റുകൾ
കഴിഞ്ഞ 6 മാസമായി തകർന്നിരിക്കുന്ന ഈ കോർപ്പറേഷൻ ഭരണം നരേന്ദ്രമോദിയും കൂട്ടരും വന്ന് കോടിക്കണക്കിന് രൂപ ഫണ്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് 1 രൂപയുടെ ഫണ്ട് വന്നില്ല എന്ന് മാത്രമല്ല ഉള്ള പദ്ധതികൾ വെളിയിൽ പോയി ഈ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ പറയാനുള്ള ഒരു വേദിയാണ് അവിശ്വാസ പ്രമേയം. അതല്ലേ നമ്മുടെ നിയമം. അതിനുള്ള കൗൺസിലേഴ്സിന് റോഡിൽ നിന്ന് മൈക്ക് കിട്ടുന്നതിനേക്കാളും ഏറ്റവും പ്രധാനം സഭയ്ക്കകത്ത് പറയുക, ഇറ്റ് ബി ഓൺ റെക്കോർഡ്. അത് പറയാനുള്ള ഒരു അവസരമാണ് അവിശ്വാസ പ്രമേയം. അതിനുള്ള മുൻകൈയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനുള്ള മുൻകൈയാണ് UDF. ഇവിടെ LDF ഈ കോർപ്പറേഷനെതിരെയുള്ള തെറ്റുകൾ, അഴിമതി, അവരുടെ പിൻവാതിൽ നിയമനങ്ങൾ, അവരുടെ പദ്ധതികളെ ഇല്ലാതാക്കിയത്, അവരുടെ ഒരു മെല്ലെപ്പോക്ക്, ഇതൊക്കെ ജനങ്ങളുടെ മുന്നിൽ നിയമപരമായി അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് അവിശ്വാസ പ്രമേയം. ആ അവിശ്വാസ പ്രമേയത്തിനാണ് UDF മുൻകൈ എടുക്കുന്നത്. അല്ല, അവിശ്വാസ പ്രമേയ പ്രൊസീജിയർ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അവിശ്വാസ പ്രമേയം നമ്മൾ നോട്ടീസ് കൊടുക്കുകയാണെങ്കിൽ അതിനുശേഷം ഒരു നിശ്ചിത സമയ പീരീഡിനുള്ളിലാണ് അതിൻ്റെ ചർച്ചയിലേക്ക് പോകേണ്ടത്. ഞാൻ പറയുന്നത് ഇവിടെ ഭരിക്കാൻ ഞാൻ വളരെ ക്ലിയറായിട്ട് പറയുകയാണ്. ഇവിടെ എന്താ പറയുക, ഈ ഭരിച്ചാൽ മാത്രം ജീവിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന പൊതുപ്രവർത്തകരല്ല ഇവിടുത്തെ UDFിൻ്റെ കൗൺസിലർമാർ. ഇവർ നന്നായിട്ട് ഭരിക്കണം എന്നാഗ്രഹിച്ച് ഇവരെ സപ്പോർട്ട് ചെയ്ത ആളുകളാണ്. നിങ്ങൾക്ക് ഓർമ്മ കാണും, ആദ്യത്തെ കൗൺസിൽ മേയറായി ശ്രീ വി രാജേഷ് ചാർജ് എടുത്തപ്പോൾ ഏറ്റവും പോസിറ്റീവായിട്ട് പറഞ്ഞ ഒരാളാണ് ഞാൻ. പക്ഷേ ഇവരെ കൊണ്ട് കഴിയുന്നില്ല. അപ്പോൾ അത് ജനങ്ങളെ അറിയിക്കണ്ടേ, ആ തെറ്റ് തിരുത്താൻ അവർക്കൊരു സാഹചര്യം ഉണ്ടാക്കണ്ടേ. അപ്പോൾ അത് ചർച്ച ചെയ്യാൻ പറ്റുന്നൊരു അവസരമാണ് അവിശ്വാസ പ്രമേയം. ഇനി അത് ഞാൻ പറഞ്ഞല്ലോ, അവിശ്വാസ പ്രമേയത്തിന് മുൻകൈ എടുത്തിരിക്കുന്നത് UDF ആണ്. ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന് LDFന് തോന്നുകയാണെങ്കിൽ ആ ചർച്ച ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നതാണ് അവിശ്വാസ പ്രമേയ ചർച്ച. പിന്നെ അത് ഭരണം നിലനിർത്തണോ വേണ്ട എന്നുള്ളത് ഭരിക്കുന്ന പാർട്ടിയുടെ ഉത്തരവാദിത്വമാണ്. പക്ഷേ ജനഹിതം നമുക്ക് കറക്റ്റായിട്ട് അറിയാം. നമ്മൾ ആരുടെയും വിഴുപ്പ് അലക്കാനോ മറ്റ് വിഴുപ്പ്